ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ ഇഡിയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കുറേ ഇഷ്യൂസ് അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം അതേപോലെ ഷെയർ ചെയ്യുക. അപ്പം അവിടെ നടത്തിയ റെയ്ഡിനെ കുറിച്ചിട്ട് ഇഡി അവർക്ക് സംശയമെന്ന് തോന്നുന്ന എല്ലാ സ്ഥലങ്ങളിലും അവര് റെയ്ഡ് നടത്തുകയും അവർ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില റെയ്ഡ് നല്ലതിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ചില സ്ഥലങ്ങളിലെ ജനങ്ങൾ കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നത് പിടിക്കണം, അവരെ പിടിച്ചാൽ നന്നായിരുന്നു, അവരുടെ കയ്യിൽ കള്ളപ്പണം ഉണ്ട് എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിലെ അവർ വ്യക്തമായി പിടിക്കുകയും ആ പ്രശ്നങ്ങൾ അങ്ങനെ നടന്നു പോകുന്ന കുറച്ച് ഇഷ്ടം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും ജനങ്ങൾക്ക് എന്താണെങ്കിൽ മനസ്സിലാകും എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ എന്താണ് കയറാത്തതെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ചോദ്യം വരും, അതുകൊണ്ടല്ലേ അവർ കയറിയത്, ഇഡി കയറിയത് എന്ന്. അതും പ്രത്യേകിച്ച് ഭരണം പോയിരിക്കുന്ന സമയത്ത്. അപ്പോ എന്താണ് ഇഡി കയറാനുണ്ടായ കാരണം എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒക്കെ ടെലിവിഷനിലൂടെ കണ്ടതാണ്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഇന്നലെ അതുമായി ഉണ്ടായിട്ട് ഇഷ്യൂസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കലാപം, പ്രശ്നങ്ങൾ, അണികൾ നടത്തിയ പ്രശ്നങ്ങളാണ് ഞാനിത് പറയുന്നത്. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തതിന് ശേഷം പുറത്തു വന്ന ഇഡി ഉദ്യോഗസ്ഥരെ വാഹനം തടഞ്ഞ് ആക്രമിച്ച കേസിൽ പിടിയിലായവർ ഇനി അഴിയെണ്ണുകയുള്ളൂ. കാരണം നേതാക്കന്മാരാരും ഉള്ളിൽ പോകുന്നില്ല. പക്ഷെ അടികൾ മനസ്സിലാക്കുക, അവർക്ക് വേണ്ടി ജയിൽ വിളിക്കാനും ഇൻഗ്ലാവ് വിളിക്കാനും അതേപോലെ തന്നെ അവർക്ക് വേണ്ടി അടികൊള്ളാനും തല്ലുകൊള്ളാനും ചവിട്ടുകൊള്ളാനും ഒക്കെ ഈ അണികൾ പോവുകയും ചെയ്യും, അവര് അഴിയെണ്ണുകയും ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മുൻപിൽ നമുക്ക് പല ആൾക്കാരെ നമുക്കറിയാം. അതുകൊണ്ട് അവരുടെ വീട്ടുകാർക്ക് അടിയും ഇടിയും കൊണ്ട് ചവിട്ടുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്നവർക്ക്, റിമാൻഡിലാകുന്നവർക്ക് മാത്രമേ ആ വേദനയും വിഷമവും ദണ്ണവും ഒക്കെ മനസ്സിലാകുകയുള്ളൂ. ഇതേപോലെ തന്നെ ബംഗാളിൽ സമാന രീതിയിൽ ഉണ്ടായ മറ്റൊരു സംഭവത്തിൽ 800 ദിവസമായി ജയിലിൽ അടയ്ക്കപ്പെട്ടവർ അതേ നിലയിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ പിടിയിലായ IPB ഉൾപ്പെടെയുള്ളവര് ഇനിയുള്ള കാലം, അതായത് കുറെ കാലം ആ റിമാൻഡിൽ തന്നെ കഴിയേണ്ടി വരും, ആ റിമാൻഡിൽ തന്നെ ആയിരിക്കും. പിണറായി വിജയന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ആവേശത്തോടു കൂടി ഇഡിക്കെതിരെ തിരിഞ്ഞവരൊന്നും അപ്പോൾ ഇതൊന്നും ഓർത്തിട്ടുണ്ടാവില്ല. പ്രതികളിൽ ചിലരുടെ കുടുംബാംഗങ്ങളൊക്കെ വന്ന് പൊട്ടിക്കരയുന്നതായിട്ടും വാവിട്ട് കരയൊക്കെ ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നു. ഇഡിയോടുള്ള കളി അസ്ഥാനത്താണെന്ന് ഇപ്പൊ അവർക്ക് തോന്നുന്നുണ്ടാവും. ഇപ്പൊ തോന്നിയിട്ട് ഒരു കാര്യവുമില്ല, ഉള്ളിൽ ദീർഘനാൾ കിടക്കേണ്ടി വരും. ഒരാവേശത്തിന് അണികളായ മണ്ടന്മാരൊക്കെ ഇത് ചെയ്യുമ്പോ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നേതാക്കന്മാരാരും ജയിലിൽ പോയി അടികൊണ്ട് അവർ ചരിത്രത്തിന്റെ ഭാഗമാകുകയും അവർ മന്ത്രിമാരാകുകയും MLA മാരാകുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ ഈ അണികളെന്ന് പറയുന്ന സാധാരണ ആൾക്കാർ ആർക്ക് ജയിലിൽ കിടന്ന് റിമാൻഡിലായി ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ ആർക്കാണ് പോകുന്നത്? അവരുടെ ഭാര്യമാർക്കും കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ പേരൻസിനും അച്ഛനും അമ്മയ്ക്കൊക്കെയാണ് പോകുന്നത്. ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അതൊക്കെ ഓർക്കാതെ ഒരാവേശത്തിന് എടുത്തു ചാടി ഈ ഇഡിക്ക് സാധാരണ എന്താ പറയാ പ്രശ്നം പോലെ അല്ല, സാധാരണ ഒരു കേസ് പോലെ അല്ല, ഇഡിക്കെതിരായിട്ടുള്ള കേസുകളൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇറങ്ങി പുറപ്പെടാം. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഇതേപോലെ ഇഡിയുമായിട്ടുള്ള കേസിനെ നേരിട്ടപ്പോൾ അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഇഡി അവരുടെ കയ്യിൽ എന്താണുള്ളതെന്ന് അറിയില്ല എന്നാണ്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനോട് പാർട്ടി കാണിച്ചത് ഒരു നീതി, പിണറായി വിജയന്റെ മകളോട് കാണിച്ചത് മറ്റൊരു നീതി. പാർട്ടിയുടെ ആകെ പിന്തുണയാണ് പിണറായി വിജയൻ ഇവിടെ കിട്ടിയതെങ്കിൽ ആരുടെയും പിന്തുണ കോടിയേരി ബാലകൃഷ്ണന്റെ മകന് ലഭിച്ചിരുന്നില്ല. മടിയിൽ കനമില്ലെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന പിണറായിക്ക് എന്തുകൊണ്ട് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നില്ല? എല്ലാവർക്കും ഒരേ നീതി, പാർട്ടിക്കുള്ളില് എല്ലാവർക്കും ഒരേ നീതി ന്യായവും ഒക്കെ കിട്ടണം എന്ന് നമ്മൾ സാധാരണ ആൾക്കാർ, നമ്മൾ പാർട്ടി പ്രവർത്തകരൊക്കെ നമ്മൾ കരുതുന്നവരാണ്. അപ്പൊ ആ ഒരു നീതിയും ന്യായവും ഇവിടെ കിട്ടിയിട്ടുണ്ടോ? തുല്യമായിട്ട് രണ്ടുപേർക്കും അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകന് കിട്ടിയിട്ടുണ്ടോ? ഇന്നത്തെ പിണറായി വിജയന്റെ മകൾക്ക് കിട്ടി. അപ്പം ഇത് നീതികേടല്ലേ? അപ്പൊ ഇതിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.